45കാരി കൂട്ടുകിടക്കാൻ തുണയായി വിളിച്ചത് ഒരു 21കാരിയെ. അപ്പോൾ പിന്നെ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തരമില്ലല്ലോ. ഹായ് മാഡം, എൻ്റെ പേര് മല്ലിക. യഥാർത്ഥ പേരല്ല. 45 വയസ്സുണ്ട്. എൻ്റെ ഭർത്താവ് 10 വർഷത്തിന് മുമ്പ് മരിച്ചു പോയതാണ്. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. 1 വയസ്സിന് വ്യത്യാസമേ അവരുള്ളൂ. അവർ രണ്ടുപേരും ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂത്ത സഹോദരൻ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അദ്ദേഹത്തിന് ഒരു മകൾ മാത്രമേ ഉള്ളൂ. അവളുടെ കല്യാണം കഴിഞ്ഞതാണ്. അവിടുത്തെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ എൻ്റെ മക്കളെ നേരത്തെ അവിടെ കൊണ്ടുപോയതാണ്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ മുതൽ അവർ രണ്ടുപേരും അവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നു. പിന്നെ വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ. നന്നായി പോകുന്ന ബിസിനസ്സാണ്. അവർക്ക് സമയം കിട്ടുന്നില്ല. പണമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ 2 വർഷമാകാറായി അവർ രണ്ടുപേരും അവിടെ പോയി താമസിക്കാൻ തുടങ്ങിയത്. അവർ ബാംഗ്ലൂർ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മയാണ് എൻ്റെ കൂടെ വന്ന് താമസിച്ചത്. കുഞ്ഞമ്മയ്ക്കന്ന് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നീട് പ്രഷർ ഷുഗറൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവർ വരുന്നത് കുറഞ്ഞു. 6 മാസത്തിന് മുമ്പ് മക്കൾ പറഞ്ഞു, അമ്മ ഒന്നുകിൽ ബാംഗ്ലൂർ വാ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യാൻ. അങ്ങനെയാണ് ഞങ്ങളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. തൽക്കാലം അവളെ നിത്യേന്ന് വിളിക്കാം. കുഞ്ഞമ്മ തന്നെയാണ് അവളെ സജസ്റ്റ് ചെയ്ത്. കുഞ്ഞമ്മ പറഞ്ഞു, എടി അവൾക്ക് വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്താ കുഞ്ഞമ്മേ? കുടിച്ചിട്ട് വന്ന് എന്നും ബഹളം ഉണ്ടാക്കുന്ന ആളാണ് അവളുടെ അച്ഛൻ. നല്ലപോലെ കാശുണ്ടാക്കുന്നുണ്ടെങ്കിലും വൈകുന്നേരമായി കഴിയുമ്പോൾ പ്രശ്നമാടി. അവൾക്ക് ആ വീട്ടിൽ താമസിച്ചാൽ മനസ്സമാധാനമില്ല. ഈ വീട്ടിലൊക്കെ വന്ന് ഇടയ്ക്ക് നിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിൻ്റെ കൂടെ വന്ന് നിൽക്കാൻ. ഇവിടെ നിന്നിപ്പോൾ 1.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അവൾക്ക് നടന്നു വരാവുന്ന ദൂരമുള്ളെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നത്. നേരത്തെ അറിയാവുന്ന ഫാമിലിയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഒത്തിരി ക്ലോസ് അല്ല. ബന്ധുക്കളാണെന്ന് ജസ്റ്റ് അറിയാം. ഇവൾ ഒരു വെളുത്ത് തുടുത്ത സുന്ദരി കുട്ടിയാണ്. അവളുടെ അച്ഛൻ ഒരു മദ്യപാനിയാണെന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അവൾക്കില്ല. ഇത്തിരി റിച്ചാണ്. ഐഫോണൊക്കെ കയ്യിലുണ്ട്. രാത്രി ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഒത്തിരി സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായിട്ടാണ് വരിക. അവൾക്ക് വേണ്ടി എൻ്റെ ഒരു മകൻ്റെ മുറി അങ്ങ് ഒരുക്കി കൊടുത്തു. അതിൽ അവൾ കിടന്നോളും. എനിക്കിപ്പോൾ എല്ലാ സമയത്തും അവൾ എന്നോട് സംസാരിക്കണമെന്നൊന്നുമില്ല. ഈ വീട്ടിൽ ആരെങ്കിലും വന്ന് ഉണ്ടായാൽ മതി. പക്ഷേ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം പഠിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവളുടെ വക ഒരു പാചകമാണ്. ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അവൾ അതിന് സ്പെഷ്യൽ കറി ഉണ്ടാക്കും. വേറെന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ സൈഡ് ഡിഷ് ഉണ്ടാക്കും. അങ്ങനെ ഒരു വിദഗ്ധയാണ്. നല്ല രുചിയുമുണ്ട് കേട്ടോ. അവൾ വന്നതിൽ പിന്നാണ് പലതരത്തിലുള്ള വിഭവങ്ങൾ ഞാൻ രുചിച്ചു തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടായി. പിന്നെ ചില ദിവസങ്ങളിൽ അവൾ പറയും, ബാ ഒന്ന് നടക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, നീ വരുന്നത് 7 മണിക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ നടക്കാൻ പോകുമ്പോഴേക്കും 8 മണിയാകും. രാത്രി ഈ ഇടവഴിയിലൂടെ നടക്കാൻ എനിക്ക് പേടിയാണെന്ന് അവൾ എന്നോട് പറയും. പിന്നെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. അല്ല, എന്തിനാ ആൻറ്റി പേടിക്കുന്നത്? മനുഷ്യരെയാണോ അതോ ഇവിടുത്തെ പട്ടികളെയാണോ? ഓ, എല്ലാത്തിനും എനിക്ക് പേടിയാ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, 2 കൂട്ടരെയും ഞാൻ മാനേജ് ചെയ്തോളാം, എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ രാത്രി നടക്കാൻ പോയത്. ഞങ്ങളുടെ അവിടെ നിന്ന് ടൗണിലേക്കുള്ള ഇടവഴി ഏകദേശം 1 കിലോമീറ്റർ കാണും. രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നടന്നു പോകും. പച്ചക്കറി വാങ്ങിക്കും, ചായ കുടിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അവൾക്കത് വളരെ ഇഷ്ടമായിരുന്നു. വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യമില്ല. ഒരിക്കലും നടന്നു പോയി ഇതൊന്നും ചെയ്യാൻ അച്ഛൻ സമ്മതിക്കുകയില്ല എന്നവൾ പറഞ്ഞു. പകല് കോളേജിൽ പോകുമ്പോൾ മാത്രമാണ് ഒരു സ്വാതന്ത്ര്യം. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണെന്ന് അവൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. എന്തായാലും അതോടുകൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി കോളേജ് കുമാരിമാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാത്രി നടക്കും. എല്ലാം ഒരു രസം. മക്കളും ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത്ഭുതപ്പെട്ടു. അമ്മ രാത്രി ആയിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങില്ലല്ലോ. അവൾ ഒരു മിടുക്കിയാണെന്ന് പറഞ്ഞു. അവളുടെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു മക്കൾക്ക്. അവർക്ക് 2 പേർക്കും അവളെ ഇഷ്ടപ്പെട്ടു. മൂത്ത മകന് എന്തോ ഒരു സൈഡ് വലിവും. അമ്മേ, ഇവള് കൊള്ളാമല്ലോ, ഇവളെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. മക്കളും ഞാനും ഒക്കെ ഓപ്പണപ്പാണ്. ഞാൻ പറഞ്ഞു, അവൾക്ക് നിന്നെ ഇഷ്ടമല്ല, നിൻ്റെ വയറ് ചാടിയിരിക്കുകയാണ്, അവൾക്ക് 6 പാക്ക് ഉള്ളവരെ മതിയെന്നാണ് പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇളയ മകൻ പറഞ്ഞു, എന്നാ എനിക്കുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, പോയിക്കോണം, രണ്ടും കൂടെ ജോലി ചെയ്ത് മര്യാദയ്ക്ക് കാശുണ്ടാക്കിയോ, കല്യാണം കഴിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഇതൊക്കെ അവൾ കേൾക്കും. ചിലപ്പോഴൊക്കെ എൻ്റെ മക്കളോട് അവൾ സംസാരിക്കുകയും ചെയ്യും. അമ്മമാർ 3 മാസമൊക്കെ കൂടിയിരിക്കുമ്പോഴേ വരികയുള്ളൂ. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ പരിചയപ്പെട്ടാണ് പോയത്. മാഡം, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഏകദേശം 2 മാസത്തിന് മുമ്പാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞങ്ങൾ രാത്രിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി നടന്നു പോവുകയാണ്. ഇടവഴിയിലൂടെ കാറൊക്കെ പോകുന്നൊരു വഴിയാണ്. സൈക്കിൾ പോകാറുണ്ട്, സ്കൂട്ടർ ഒക്കെ പോകാറുണ്ട് കേട്ടോ. നല്ല വെട്ടമൊക്കെ ഉണ്ട്. പക്ഷേ 2 വശത്ത്
വശത്തും നല്ല മതിലുകളാണ്. അപ്പോൾ CCTV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിലും അത് റോഡിലേക്ക് കിട്ടുമെന്നറിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടു പുരാണങ്ങളൊക്കെ പറഞ്ഞ് ഇടവഴിയിൽ കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു ഓട്ടോ വന്നപ്പോൾ ഒതുങ്ങി നിന്നപ്പോൾ ഓട്ടോക്കാരൻ കൊണ്ടുവന്ന് അടുത്ത് നിർത്തിയിട്ട്, ചേച്ചി ഈ ഹൗസിംഗ് കോളനിലേക്ക് പോകുന്ന റൂട്ട് ഏതാ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു, ഏത് ഹൗസിംഗ് കോളനി? ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 3-4 ഉണ്ട്, പേര് പറയാൻ പറഞ്ഞു. അയാളപ്പോൾ ഒരു പേര് പറഞ്ഞു. അവൾ പറഞ്ഞു, അങ്ങനെ പേരുള്ള ഒരു ഹൗസിംഗ് കോളനി ഇവിടെ ഇല്ല. ആണോ? എങ്കിൽ എനിക്ക് റൂട്ട് തെറ്റിയതായിരിക്കും എന്ന് അയാൾ പറഞ്ഞു. ആ, അത് ശരിയായിരിക്കാം, അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കൂ, ഹൈവേയുടെ എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൈ നീട്ടി പോപ്പ് അടിച്ചിട്ട് അങ്ങ് പോയി. അവളാണെങ്കിൽ വല്ലാതെ ആയതുപോലെ എനിക്ക് തോന്നി. ഞാനും ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അവൻ ആ ഓടുവഴിയിൽ കൂടി പെട്ടെന്ന് ഓട്ടോ അടിച്ചങ്ങ് പോയി മാഡം. ഒന്നും നോക്കാൻ പറ്റിയില്ല. ഇനി അവളുടെ മാല പൊട്ടിച്ചതാണോ എന്നുള്ളൊരു കൺഫ്യൂഷനും എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ലെന്ന് അവളുടെ നിൽപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ, എടി മോളെ എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞ് അവളെ കുലുക്കി കഴിഞ്ഞപ്പോഴേക്കും അവൾ പെട്ടെന്ന് ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് ഒറ്റ ചിരി. ഞാൻ ചോദിച്ചു, എടി അവൻ എന്താ കാണിച്ചെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ആൻറ്റി കണ്ടില്ലേ, അയാളാണെങ്കിലേ ദേ ഓട്ടോയ്ക്ക് ഹോൺ അടിക്കുന്നതിന് പകരം കൈ മാറിപ്പോയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൈ മാറിപ്പോയതൊന്നുമല്ല, അവൻ മനഃപൂർവ്വം നിന്നെ കണ്ട് കൊച്ചു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ കാണിച്ചതാണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അത് പിന്നെ എനിക്കും അറിയില്ലേ. പക്ഷേ നീ ഞെട്ടിയില്ലേ മോളെ? പിന്നെ ഞാൻ ഞെട്ടി. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ ഞെട്ടിലങ്ങ് പോയി. ഞാൻ വിചാരിച്ചത് സ്വർണ്ണമാലയാണ് അയാളുടെ ലക്ഷ്യമെന്ന്. ഞാനും അങ്ങനെ വിചാരിച്ചു മോളെ. അല്ല, അപ്പോൾ സ്വർണ്ണമാലയല്ല, ഇതാണെങ്കിൽ നിനക്ക് ഓക്കെ ആണോന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഓ എൻ്റെ ആൻറ്റി, ബസ്സിലൊക്കെ പോകുമ്പോഴും അല്ലാതെ എത്ര സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ നടന്നിരിക്കുന്നു. എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. 2-3 വട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പേടിയൊന്നുമില്ല. അവന്മാർക്ക് എന്തോ അസുഖമുണ്ട്, വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയാണെന്ന്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ, നീ ശക്തമായി പ്രതികരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓ ആ ഓട്ടോക്കാരനെ ആൻറ്റി ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ലടി. അങ്ങനൊരു ചെറുപ്പക്കാരനാണ്, നല്ല സുന്ദരനുമാണ്, അതുകൊണ്ട് ഞാനങ്ങ് വെറുതെ വിട്ടത്. അപ്പോൾ ചെറുപ്പക്കാരന് സുന്ദരനുമാണെങ്കിൽ ഒരു കുഴപ്പമില്ലെന്നാണ് നീ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ഭൂരിപക്ഷം നമ്മുടെ മനസ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മളങ്ങ് സഹിക്കും. അതല്ലേ സ്ത്രീകളുടെ മനഃശാസ്ത്രം. എനിക്കറിയത്തില്ല സ്ത്രീകളുടെ മനഃശാസ്ത്രം. ഞാനാണെങ്കിൽ ആരാണെങ്കിലും ഏത് ദേവേന്ദ്രനാണെങ്കിലും വഴക്കുണ്ടാക്കും, അപ്പോൾ ഷൗട്ട് ചെയ്യും. എന്നിട്ട് ആൻറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. എടീ, അതെനിക്ക് രാത്രി പെട്ടെന്നൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടാണെന്ന്. അപ്പോൾ പറഞ്ഞു, ആൻറ്റി മുന്നോട്ട് നടക്കുക, നമുക്ക് പോയി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണ്ടേ. അല്ലടി, നിനക്ക് നടന്നിട്ട് യാതൊരു കോസലുമില്ലേ? എൻ്റെ ദേഹം കിലുകില വിറയ്ക്കുന്നു. പിന്നെ ഇത് കിലുകില വിറയ്ക്കാൻ മാത്രം ഒന്നുമുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം കിലുകില വിറക്കേണ്ടിയിരിക്കുന്നു. നിന്നെപ്പോലാണോ? ഞാൻ നിൻ്റെ കൂടെ നടന്നതല്ല. കോളേജിൽ പോകുന്ന പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് ആൻറ്റി. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ കാലം പണ്ട് കാലവും ബസ്സിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. ഇപ്പോഴും ആളുകളുണ്ട്, അവർ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അതേപോലെ തന്നെ പണ്ട് കാലത്തും അങ്ങനെയായിരുന്നു. എന്നാലും ഞാൻ പോയപ്പോൾ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. എന്നാൽ ആൻറ്റി ആണുങ്ങളില്ലാത്ത ഏതെങ്കിലും ബസ്സിലായിരിക്കും പോയിരിക്കുക എന്ന് പറഞ്ഞ് അവളെന്നെ കളിയാക്കി. വളരെ കൂളായിട്ട് അവൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലടി, നിനക്ക് കാമുകന്മാരും വല്ലതും ഉണ്ടോ? പിന്നെ എനിക്ക് പല സമയത്തായിട്ട് പല കാമുകന്മാരുമുണ്ട്. ഇപ്പോഴും ഒരുത്തനുണ്ട്. പിന്നെ അവൻ ഇങ്ങനെയൊന്നുമല്ല, മൃദുവാണ്. അവനും ഇതൊക്കെ തന്നെ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ ആണുങ്ങൾക്കെല്ലാം പൊതുവേ ഒരിഷ്ടം ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞവൾ കൊഞ്ചിക്കൊഴിഞ്ഞ് ചിരിച്ചു. ഒരു നല്ല പെൺകുട്ടി ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അവളിനോട് പറഞ്ഞു, ഞാനത്ര നല്ല പെൺകുട്ടിയൊന്നുമല്ല, എനിക്ക് നല്ല പെൺകുട്ടി ആവുകയും വേണ്ട. ഇവിടെ ഇപ്പോൾ കല്യാണം കഴിച്ച് ഒരുത്തൻ്റെ കൂടെ അയാൾ പറയുന്നത് മൊത്തം കേട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എന്താ നേരെ സ്വർഗത്തിലേക്ക് പോകുമോ? എല്ലാം ഒരു വേഷക്കെട്ടിൽ ആൻറ്റി. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് MBA എടുക്കും. അത് കഴിഞ്ഞ് ഏതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിലാകും, ഇല്ലെങ്കിൽ നഗരത്തിൽ. അതല്ലാതെ ഉടനെയൊന്നും എൻ്റെ കല്യാണമില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യമില്ല. ചുമ്മാതെ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് നടക്കാൻ എനിക്കെന്താ വട്ടാണോ? എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ നിനക്ക് ആണുങ്ങളുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കണം. എന്താ ആൻറ്റി, ആണുങ്ങളുടെ കൂടെ ചുറ്റിക്കറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വലിയ കുഴപ്പമായിട്ട് പറയുന്നത്? അതൊക്കെ വേണം. അല്ലാതെ ആരെങ്കിലും ഒരിക്കൽ കല്യാണം കഴിക്കാൻ വരുന്നവരെ നോക്കിയിരിക്കാൻ പറ്റുമോ? എൻ്റെ കാമുകനുമായി അത്യാവശ്യം
ചുറ്റിക്കറക്കങ്ങളൊക്കെ എനിക്കുണ്ട്. എൻ്റെ പെണ്ണെ, വല്ല അബദ്ധവും സംഭവിക്കും. പിന്നെ അബദ്ധം സംഭവിക്കാതിരിക്കാൻ 10 രൂപ കൊടുത്താൽ മതി. മെഡിക്കൽ സ്റ്റോറിൽ ഇഷ്ടം പോലെ സംഗതികളുണ്ട്. മോളെ, ഇങ്ങനെ കറങ്ങി നടന്ന് കാമുകന്മാർ ചതിക്കുകയാണെങ്കിലോ? അതല്ലേ പറഞ്ഞേ, ചതി പറ്റാതിരിക്കാൻ. ഇത് മാത്രമാണോ ചതി? അവന്മാർ ചിലപ്പോൾ മറ്റാളുകളെയൊക്കെ വിളിച്ചു വരുത്തിയാൽ, അല്ലെങ്കിൽ നിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അത് ആൻറ്റി പറഞ്ഞത് ഒരു പോയിൻ്റാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പണക്കാരനായ ഒരു ചുള്ളൻ ചെക്കനെ ഞാൻ കണ്ടുപിടിച്ചത്. കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അവനൊരു മണ്ണുണ്ണിയാണ്. എനിക്ക് ഇഷ്ടം പോലെ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും. അവൻ നിന്നെ കല്യാണം കഴിക്കും മോളെ. ആർക്കറിയാം? ഇപ്പം കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. നാളെ ഇപ്പം കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ? പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സ്മൂത്തായി രക്ഷപ്പെട്ടാൽ പോരെ? ആഹാ, നീ ആൾ മിടിക്കുകയാണല്ലോടി. നിൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാണ്, കള്ളുകുടിയനാണ് എന്നൊക്കെ പറഞ്ഞ് നീ പരാതി പറയുന്നുണ്ടെങ്കിലും പകൽ സമയത്ത് നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇതൊക്കെ മാത്രമേ ഉള്ളൂ, അതോ വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. എല്ലാം ഉണ്ട്. കാര്യം എല്ലാം പരീക്ഷിച്ചു നോക്കാൻ ഈ തലമുറയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. ദൈവമേ, കല്യാണത്തിന് മുന്നേ ആണുങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് മടിയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അത് ശരിയാ, ആൻറ്റി ഒരിക്കലും ആണുങ്ങളുടെ മുഖത്ത് നോക്കി കാണില്ല. വേണ്ട, വേറെ ഭാഗങ്ങളുണ്ടല്ലോ. ഒന്ന് പോകണേ, നീ എന്നെ കളിയാക്കാതെ. ഞങ്ങൾ പച്ചക്കറി മേടിച്ച് തിരിച്ചു വന്നു. അപ്പോൾ അവൾ എന്നോട് പറയുകയാണ്, എന്തായാലും ഇങ്ങനെ പറയുന്നത് കള്ളികളാണ്. എങ്ങനെ? അല്ല, ഒന്നും അറിയില്ലാന്ന്. ഇടി, എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവും ഞാനും തമ്മിൽ നല്ല ടീംസിലായിരുന്നു. ആൻറ്റി, ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അയാളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഭൂഗോളം പോലെ തിരിയാനൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പോൾ അവനുണ്ട്, നല്ല സഹായവുമാണ്. നാളെ അവൻ വഞ്ചിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ അവനെ തേച്ചിട്ട് പോയാൽ അവന് പ്രശ്നമില്ല. ഉടനെ തന്നെ അടുത്ത ആളെ നോക്കും. ശരിക്കും നീ ആരാ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ പുറകിലൊന്നുള്ളി. പതുക്കെ ആൻറ്റിക്ക് എല്ലാം മനസ്സിലാകും. ഇത്രയൊക്കെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയല്ലോ. ഞാൻ ആൻറ്റിയോട് ഒരു കാര്യം പറയട്ടെ? എന്താ മോളെ? ഞാനാണെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിച്ചോട്ടെ? എങ്ങോട്ട്? ഏതവൻ? അല്ല, എൻ്റെ കാമുകനെ. ഞങ്ങൾ പകൽ സമയത്താണല്ലോ കറങ്ങി നടക്കുന്നത്. അത് മതിയാകുന്നില്ല. അവന് കാറും ബൈക്കും ഒക്കെ ഉണ്ട്. രാത്രി എനിക്ക് എന്തായാലും ഇറങ്ങി ചെല്ലാൻ പറ്റില്ലല്ലോ. അവൻ ഇവിടേക്ക് വന്നോളും. ഒന്ന് പോയേ, അത്രയും സാഹസമൊന്നും വേണ്ട. അവൻ ഒരു ചെറുപ്പക്കാരനാണ്. നമ്മൾ 2 പെണ്ണുങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നതെന്നറിയാം. ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അപ്പം പോകും. നമ്മളെ 2 പേരും കൂടെ ആളുകൾ ഇവിടുന്ന് തല്ലി ഓടിക്കും. അതൊക്കെ ആരെങ്കിലും കാണണ്ടേ? നമ്മുടെ ഈ കാര്യമൊന്നും ആരും അറിയില്ല. പിന്നെ അവൻ ഇവിടെങ്ങാനും കൊണ്ടുവന്ന് ബൈക്കോ കാറോ ഒക്കെ നിർത്തിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾ കാണില്ലേ? അവൻ 1 കിലോമീറ്റർ അകലെ ബൈക്കോ കാറോ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് വീടിൻ്റെ പുറകിൽ കൂടെ വരും. ഇവിടെങ്ങും ആരും കാണാനില്ലല്ലോ. എന്നാലും എനിക്ക് പേടിയാണ്. ആരെങ്കിലും കണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് പ്രശ്നമാണ്. നീ ഒരു കൊച്ചു പെണ്ണാണ്, ഞാൻ കൂടി സപ്പോർട്ട് ചെയ്തെന്നേ പറയുകയുള്ളൂ. അവസാനം നീയും കാലുവാരും. ഇല്ല ആൻറ്റി, അങ്ങനൊന്നുമില്ല. അവൻ വന്നാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. പാവമാണ്. ആര് പറഞ്ഞ് കുഴപ്പമുണ്ടാകില്ലെന്ന്? നീ ഇവിടെ വന്ന് അവസാനം പേരുദോഷം കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പേരുദോഷമൊന്നും കേൾപ്പിക്കില്ല. എൻ്റെ ബാഗിൽ തന്നെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, സുരക്ഷയുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നുമോളെ, റിസ്ക്കാന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ തോളിൽ പിടിച്ചു കുലുക്കി. പ്ലീസ് ആൻറ്റി, ഞാനിവിടെ നിന്ന് താമസിക്കല്ലേ? എന്നെ ഒന്ന് സമ്മതിക്കൂ. ഒരു പ്രശ്നവുമില്ല. അല്ല, നീ പകൽ സമയത്ത് അവൻ്റെ കൂടെ ചുറ്റി നടക്കുന്നില്ലേ? അതുപോരെ? അത് കാറിലൊക്കെയാണ്. അത് ശരിയാകില്ല. പൂർണ്ണമായ കാര്യങ്ങൾ വളരെ കുറവാണ്. പൂർണ്ണത ശരിക്ക് കിട്ടുന്നില്ല. പ്ലീസ്, ഇവിടെ ഇപ്പോൾ ആൻറ്റി എൻ്റെ ചങ്ക ഫ്രണ്ടാണെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ വന്നിട്ട് പോയിക്കോട്ടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ആൻറ്റി അത് ഏറ്റെടുക്കണ്ട. എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ പിന്നെ ഇങ്ങോട്ട് വരില്ല. അവൻ പാവമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാവം? ആണുങ്ങളിൽ പാവം എന്ന് പറഞ്ഞ് ആരുമില്ല. അവളപ്പോൾ പറഞ്ഞു, പെണ്ണുങ്ങളിലും അങ്ങനെ ആരുമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാവരുടെയും കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. എന്തായാലും അവൻ ഇനി വീഡിയോ കോൾ വിളിക്കുമ്പോഴേക്കും ആൻറ്റി സൈഡിലിരുന്നാൽ മതി. അവനെ കാണിച്ചു തരാം. ആൻറ്റി ഒന്ന് കാണാൻ പറഞ്ഞു. ഞാനെന്തായാലും ആ വീഡിയോ കോൾ വന്നപ്പോൾ സൈഡിലിരുന്ന് നോക്കിക്കഴിഞ്ഞ് അവർ സംസാരിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ ആവശ്യമില്ലാത്ത ഓരോരോ ലീലാവിലാസങ്ങൾ കാണിക്കാൻ തുടങ്ങി. അവൾ അമർത്തിച്ചിരിക്കുകയാണ്. ഏറെ കണ്ടിട്ട് എന്നെ നോക്കുന്നുണ്ട്. അവൻ തന്നെ അതിലൂടെ ചോദിക്കുന്നുണ്ട്, അടുത്തെങ്ങാണ് ആരെങ്കിലും ഉണ്ടോയെന്ന്. ഇല്ലില്ല, ആൻറ്റി വരുന്നുണ്ടോയെന്ന് ഞാൻ നോക്കുകയാണെന്ന്. എടി, നിനക്ക്
നിനക്കും ഇങ്ങനെ ആയിക്കൂടെന്ന് ചോദിക്കുമ്പോഴേക്കും പറ്റില്ല, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയല്ലേ, ഡൈനിങ് ടേബിളാണ്, നീ തന്നെ എല്ലാത്തിനും മുൻകൈ എടുത്തു, കാരണങ്ങൾ വിശദമായി ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ അവൾ പറയുന്നു. ഞാനാണെങ്കിൽ സൈഡിലിരുന്ന് ഇതെല്ലാം വീക്ഷിക്കുകയാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ. അവസാനം മലയണ്ണാർ കണ്ണനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. ഈ പെണ്ണ് ഒരു പുളിങ്കൊപ്പിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഒരുത്തനെയാണ് ഇവൾ കണ്ടുവച്ചിരിക്കുന്നത്. ഇവൾ ഒരു ഭൂലോകം ഇടിക്കുകയാണ്. അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ എരികേറ്റി ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. ഞാനും സൈഡിലിരുന്ന് കാണുകയാണ്. ദൈവമേ, പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ കണ്ടു ബോധ്യപ്പെട്ട് ഫെസിലിറ്റിയുള്ള ഒരാണിനെ തന്നെ സെലക്ട് ചെയ്യാമായിരുന്നു. ഇതിപ്പം ലോട്ടറി അടിച്ചതുപോലെയാണ്. ഞാൻ എൻ്റെ പഴയ കാലം ആലോചിച്ചു. ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോയെങ്കിലും അദ്ദേഹവുമായിട്ടുള്ള ലൈഫിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നു. വേണ്ടത് തന്നെ എനിക്ക് കുറച്ചു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അത് നഷ്ടമായല്ലോ എന്ന് ഇപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി. ഇത്രയും നാളും നഷ്ടപ്പെട്ടതിൻ്റെ വില എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇന്ന് വില മലയേറുന്നത് ഞാൻ കണ്ടു. എന്നാലും ചെക്കൻ്റെ ഐറ്റംസ് എല്ലാം കൊള്ളാം. അവൻ ഇത്രയും നല്ലൊരു കലാകാരനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതൊക്കെയാണപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോളിൽ വിളിക്കുന്നത്. കൊള്ളാം, സ്ത്രീകളും മോശക്കാരല്ല. ഞാൻ ചോദിച്ചു, എടി നീ ഇപ്പം ഇരിക്കുകയാണ്, ഇനി നീയും ഇവനും മാത്രമുള്ള സമയത്ത് എങ്ങനെയാകുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതൊക്കെ അവൻ പറയും. അതിനനുസരിച്ച് ഞാനും അങ്ങ് നിൽക്കും. പിന്നെ അവൻ എനിക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ചില കാര്യങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താ? അതെന്തായാലും കാണിക്കാമെന്ന് പറഞ്ഞ് അവൾ ബാഗിൽ നിന്ന് ചില സാധനങ്ങൾ എടുത്ത് കാണിച്ചു. ഇതെന്താടി? ഇതൊക്കെ ചില അവസരങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അവൾ കൈവിരലുകൾ കൂട്ടിച്ചേർത്ത് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു. എൻ്റെ ദൈവമേ, പണ്ട് ഇതൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, പണ്ടും ഇതൊക്കെയുണ്ട്. പിന്നെ ആൻറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോളൊക്കെ ചെയ്യാവുന്ന സംഗതി ഇല്ലേ? ഒത്തിരി വർഷം മുമ്പൊന്നും അല്ലല്ലോ. എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ട്, ആവശ്യമുള്ളത് ഒന്നും ഓർമ്മയില്ല എന്നവൾ പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പ്ലീസ് ആൻറ്റി സമ്മതിക്കൂ. എന്തായാലും അവൾ 10 വട്ടം പറഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല. കാണാൻ നല്ലൊരു പയ്യൻ, പക്ഷേ എനിക്ക് തോന്നുന്നത് അവൻ ഇത്തിരി മൃദു സ്വഭാവമാണ്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളിൽ അവൻ ആക്റ്റീവാണ്. പിന്നെ കണ്ട മലയണ്ണാൻ കുഞ്ഞും സൂപ്പർ. അല്ല, വെറുതെ ഇരുന്ന് കണ്ട എനിക്ക് വല്ലാത്തൊരിളക്കം. അപ്പോൾ ശരിക്കും അവനെ നല്ലപോലെ അറിയാവുന്ന അവൾക്ക് എത്ര ഇളക്കം കാണും? പരിമിതമായ സൗകര്യങ്ങളിൽ കുട്ടികൾ ഒത്തിരി ബുദ്ധിമുട്ടായി കാണും. ഇവിടെ വിശാലമായ മുറികൾ കിടക്കുകയല്ലേ? പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവളെ അനുവദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഒരു സന്തോഷം, എനിക്കും കാഴ്ചയുടെ സന്തോഷമെങ്കിലും കിട്ടുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞു, അല്ല നിനക്ക് ഇവിടെ ഞാൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു കഴിഞ്ഞാൽ എനിക്കെന്താടി പ്രയോജനം? 2 യുവമിഥുനങ്ങളെ ഒന്നിച്ചു ചേർത്തതിൻ്റെ ഒരു സന്തോഷമില്ലേ? എനിക്ക് സന്തോഷമൊന്നുമില്ല. ആൻറ്റി ചോദിക്കുന്ന പണം അവൻ തരും. പണത്തിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. എൻ്റെ മക്കൾ എനിക്കിഷ്ടം പോലെ അയച്ചു തരുന്നുണ്ട്. ശരിക്കും ആൻറ്റിക്ക് എന്താവശ്യം? ഇനി വേറെന്തെങ്കിലും ആവശ്യമാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഒരു സിനിമയിൽ പറയുന്ന പോലെ ആദ്യം യമുന റാണി വരുമ്പോൾ ഞാൻ ഈ നെക്ലേസ് ഇടുന്നു, അത് കഴിഞ്ഞ് നിൻ്റെ മുറിയിലേക്ക് യമുന റാണി വരുമ്പോഴേക്കും ഞാനത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ മുറിയിൽ ആദ്യം വന്നോട്ടെ, അത് കഴിയുമ്പോഴേക്കും പിന്നെ ആൻറ്റിക്കും മാല മാറിയിടാം. ഒന്ന് പോ. ഞാനതൊന്നും അല്ല ഉദ്ദേശിച്ചത്. എൻ്റെ ആൻറ്റി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ചുണ്ട് വിറയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ചുണ്ട് വിറയ്ക്കുന്നതോ? അത് ഞാൻ ശ്രദ്ധിച്ചു. ചുണ്ട് വരണ്ടു പോയിരുന്നു. നന്നായി നാവ് കൊണ്ട് നനയ്ക്കുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെ നീ എന്തിനാ എന്നോട് പറഞ്ഞത്? ആൻറ്റിയുടെ കള്ളത്തരം പൊളിക്കാൻ. എന്തായാലും അവൻ എന്നെ കല്യാണം കഴിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു ഇഷ്ടത്തിന് പുറത്ത് പോകുന്നൊരു കാര്യമാണ്. അല്ലാതെ എനിക്ക് അവൻ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്തൊന്നുമല്ല. അതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റബിളാണ്. പക്ഷേ ആദ്യം എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് അവളെന്നെ നുള്ളി. ഒന്ന് പോടി. ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ ആൻറ്റിക്ക് വാഗ്ദാനം തരികയാണ്. ഞങ്ങൾ 2 പേരെയും സഹായിക്കുന്നത് കൊണ്ട് ആൻറ്റിക്കും എന്ന സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ എന്ന് കുളിർന്നു. അറിയില്ല, ദൃശ്യങ്ങളാണല്ലോ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അത്രയും നാളും ഈ 10 വർഷവും ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ഒരു നിമിഷങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് മാറ്റമുണ്ടായി. ഇവൾ എൻ്റെ
കൂടെ ഉള്ളത് എനിക്ക് ലോട്ടറി അടിച്ചതുപോലെയാണെന്ന് തോന്നിപ്പോയി. കാര്യം അവളൊരു കള്ളിയാണ്. എൻ്റെ കൂടെ കള്ളത്തരം കൂട്ടത്തിൽ നടന്നു പോകണമെങ്കിൽ അവൾ എൻ്റെ കൂടെ ഉണ്ടാകണം. കൂട്ടി വിളിക്കാൻ അവളെ പറഞ്ഞു വിട്ട കുഞ്ഞമ്മയ്ക്ക് ഒരു പാരിതോഷികം കൊടുക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തായാലും അവൾ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, അവനോട് ഞാൻ പറഞ്ഞ് എല്ലാം അറേഞ്ച് ചെയ്യാമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം പയ്യൻ വന്നു. അവൻ ദൂരെ ഒരിടത്ത് കാറ് പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. എന്തായാലും എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ആൻറ്റി എനിക്ക് നന്നായിട്ടറിയാം, ഇവൾ എന്നോട് വിശദമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആൻറ്റിക്ക് പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, പക്ഷെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന്, എല്ലാം സേഫാണ് ആൻറ്റി എന്ന് പറഞ്ഞ് അവനെ ഹഗ് ചെയ്ത ശേഷം അവർ അകത്തേക്ക് കയറിപ്പോയി. എനിക്ക് പക്ഷേ ആദ്യ ദിവസമായതുകൊണ്ട് ഒട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. 1:30 ആയപ്പോൾ അവൾ വന്ന് എന്നെ വിളിച്ചു. ഞാൻ എഴുന്നേറ്റ് വന്നു. എന്താ മോളെ? ആ, എന്തായാലും ആദ്യ ദിവസം തന്നെ ഞങ്ങൾക്ക് ഓക്കെയാണ്. ആൻറ്റി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് വേണ്ട മോളെ, എനിക്ക് ആകെ കൂടി ഒരു പേടി തോന്നുന്നു. അവൾ പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ്റെ അടുത്തേക്ക് ചെല്ല ആൻറ്റി, ഞാൻ ഈ മുറിയിൽ കിടന്നോളാന്ന് പറഞ്ഞ് അവൾ എൻ്റെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് എന്നെ ആ മുറിയിലേക്ക് വിട്ടു. ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു അവൾ ആൻറ്റിയെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആൻറ്റിക്ക് ഒത്തിരി പേടിയാണ് മറ്റു കാര്യങ്ങൾ ഒക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നുമല്ല. ഞാൻ കുറേയധികം ആൻറ്റിമാരെ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ പല കഥകളും പറഞ്ഞു. നെറ്റിൽ നിന്നും ഒക്കെ അവൻ ധാരാളം പേരെ കണ്ടെത്തും, നല്ല പണം ഇതിനുവേണ്ടി ചിലവഴിക്കും. ആൻറ്റിക്ക് പണം വല്ലതും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി പറഞ്ഞു. എനിക്ക് പണമൊന്നും വേണ്ട എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് പിന്നെന്താ വേണ്ടതെന്ന്. ഒന്നും പറയാതായി കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിയുടെ സ്റ്റാർട്ടിംഗ് ഡബിളൊക്കെ ഇന്നോടുകൂടി തീരുമെന്ന് പറഞ്ഞ് അവൻ അടുത്ത് ഒരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് അതിനുള്ളിൽ എന്തോ ഒരു സാഷെ പൊട്ടിച്ചൊഴിച്ചു. അത് കുടിച്ചു മാഡം. അത് കഴിഞ്ഞ് എന്നോട് ചേർന്നിരുന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല, 2 മണിക്കൂറത്തേക്ക് ആൻറ്റി ഒന്നും ആലോചിച്ച് വിഷമിക്കാനുള്ള ഒരവസരം ഞാൻ തരില്ലെന്ന് പറഞ്ഞു. അത് കറക്റ്റായിരുന്നു മാഡം. 10 വർഷത്തെ പെരുമഴകൾ പെയ്തൊഴുകിയായിരുന്നു. മലയണ്ണാർ കണ്ണൻ അന്ന് ചാഞ്ചാടിയാടി പല ജില്ലകളും പിടിച്ചു കുലുക്കി. എൻ്റെ ജീവിതത്തിൽ പുതിയ അനുഭവം അത് പിന്നീട് തുടരുകയും ചെയ്തു. അപ്പോൾ അവൾ എൻ്റെ കൂട്ടിനുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ സന്തോഷമാണ്. പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഡം ഇപ്പോഴാണ് എനിക്ക് അക്കടി പറ്റുന്ന മനസ്സിലായത്. അവളെ ഉപദേശിച്ച് എനിക്കാണ് പ്രശ്നമുണ്ടായത്. എനിക്കൊരു ധൈര്യമുണ്ടായിരുന്നു, ആ പണ്ടെല്ലാം സ്റ്റോപ്പ് ചെയ്തല്ലേ, ഒരു പ്രശ്നവും സംഭവിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇനി എന്താ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അവൻ പറഞ്ഞത് എവിടുന്നോ ഗുളികയുണ്ട്, അത് കഴിച്ചാൽ മതിയെന്ന്. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നുന്നു. ഡയറക്റ്റ് പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? ഈ ഹിസ്റ്ററിയൊക്കെ അവർ അന്വേഷിക്കുമോ? എനിക്ക് ആകെ പേടിയാണ്. ചെക്കൻ പറഞ്ഞത് ഏതോ ടാബ്ലറ്റ് മതിയെന്നാണ്, പക്ഷേ എനിക്ക് അതൊക്കെ പേടിയാണ്. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമോ മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണണം. പിന്നെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥ പറയണമെന്നില്ല. അല്ലാതെ തന്നെ ഭർത്താവ് മരിച്ചുപോയി, പക്ഷേ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആ ബന്ധത്തിൽ നിന്ന് സംഭവിച്ചതാണെന്ന് പറയുക, അല്ലാതെ ഈ കഥകൾ കെട്ടഴിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. എന്തായാലും അതിനുള്ള റെമഡി അല്ലേ ഡോക്ടർ പറഞ്ഞു തരേണ്ടത്. അപ്പോൾ എന്തെങ്കിലും പറയുക വഴക്ക് പറയുക ചെന്ന് പറഞ്ഞാലും മിക്കവാറും ഡോക്ടർമാർ സഹായിക്കും. അതുകൊണ്ട് പിള്ളേരല്ല നിങ്ങളുടെ ഡോക്ടർ, നിങ്ങൾക്ക് യഥാർത്ഥ ഡോക്ടർമാരെ കണ്ടിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നേടുക. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ലോകത്തിൽ ആദ്യം നടക്കുന്ന സംഭവമാണോ? എത്രയോ പേർക്ക് ദിനം ദിനം ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാതെ എത്രയും പെട്ടെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു, ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഇതിപ്പോൾ എങ്ങനെയാണ്, എത്ര ദിവസമായി, എത്ര ആഴ്ചയായി, ഇതിനെക്കുറിച്ചൊന്നും ബോധ്യം എനിക്കില്ല, നിങ്ങളോട്ട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ വെച്ച് താമസിപ്പിക്കരുത്.